ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2023 റിലീസായ ബ്ലഡ് ഹോൺസ് എന്ന ഒരു ആക്ഷൻ ഡ്രാമ സീരീസാണ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കിം ആ വൃദ്ധനെ രക്ഷിക്കാനായി ചെല്ലും. രണ്ടെണ്ണത്തിനും കൊടുത്ത് മറ്റവൻ നീ ആരാന്ന് ചോദിക്കും. അവൻ്റെ തൊപ്പി യൂൻജുവിൻ്റേതായിരിക്കും. അത് കണ്ട് അവളാണെന്ന് വെച്ച് കത്തി വീശാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് വൂജിൻ ചാടി ഒരു ചവിട്ട് കൊടുക്കും. അവിടുന്ന് അവർ ഓടിപ്പോകുന്നു. ആ വൃദ്ധനെ കണ്ട കിം ഇയാളെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കണം. വുജിൻ യൂൻജു പറഞ്ഞതല്ലേ അവർ നമ്മളെ കാണരുതെന്ന്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ചെയ്ത്? കിം എനിക്കിപ്പോൾ ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്ത്. നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ ഇയാൾ അവരെ കൊന്നു കളഞ്ഞേനെ. അവൻ ആംബുലൻസിനെ വിളിക്കും. അത് കണ്ട യൂൻജു എന്തോ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി കിമ്മിനെ വിളിക്കും. അവൻ നടന്ന സംഭവങ്ങൾ പറയുമ്പോൾ അവൾ ദേഷ്യത്തോടെ ഞാൻ പറഞ്ഞതല്ലേ അവർ നിന്നെ കാണരുതെന്ന് എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. ശേഷം അവർ യൂൻജുവിൻ്റെ അടുത്തെത്തുന്നു. അവൾ എനിക്ക് വേണ്ടിയിരുന്നത് അവരെ ഫോളോ ചെയ്ത് അവരുടെ പരിപാടി എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിന് തെളിവ് ശേഖരിക്കുക എന്നതായിരുന്നു. പക്ഷേ അവരിപ്പോൾ നിങ്ങളുടെ മുഖം കണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വേണ്ട, നിങ്ങൾക്ക് പോകാം. കിമ്മും വുജിനും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കില്ല. അവസാനം കിം ശരി ഞങ്ങൾ പോവാണ്, അതിനു മുമ്പ് ഒരു കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഗിൽ അവൻ്റെ മുഖത്തെ വരഞ്ഞ വര അവൻ കാണിച്ചു കൊടുക്കും. ഇത് നടക്കുമ്പോൾ അന്ന് എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ആ വൃദ്ധനെ അവരടിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനും അയാളും ഒരുപോലെ ആയേനെ. അതുകൊണ്ടാണ് ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ എടുത്തു ചാടിയത്. നിങ്ങളുടെ പ്ലാൻ നശിപ്പിച്ചതിന് മാപ്പും ചോദിച്ച് കിമ്മും വുജിനെയും കൂട്ടി നടന്നു. താഴെ എത്തിയ സമയം കിമ്മിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അത് യുൻജുവിൻ്റെ മെസ്സേജ് ആയിരുന്നു. ഞാൻ കുറച്ച് ദേഷ്യത്തിലായിരുന്നു. അതാ അങ്ങനെയൊക്കെ പറഞ്ഞ്. നാളെ കൃത്യസമയത്ത് ജോലിക്ക് വരണമെന്ന് കൂടെ കാണുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമായി കെട്ടിപ്പിടിച്ച് തുള്ളാൻ തുടങ്ങും. ഇതൊക്കെ CCTV വഴി കാണുന്ന യുൻജു ഇവന്മാരുടെ കിളി എപ്പോഴേ അടിച്ചു പോയെന്ന് തോന്നുന്നു. ശേഷം ഗില്ലിൻ്റെ അസിസ്റ്റൻറ്റിനോട് അവൻ ഇന്ന് രണ്ടുപേരും ഞങ്ങളെ ഫോളോ ചെയ്തു വന്നു, അവർ ഞങ്ങളെ അടിച്ചു, അവർ നല്ല ഫൈറ്റേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഓടേണ്ടി വന്നു. ഇത് കേട്ട് നിങ്ങൾക്കുറപ്പുണ്ടോ അവർ നിങ്ങളെ ഫോളോ ചെയ്തതാണെന്ന്? അതേന്ന് പറഞ്ഞതോടെ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നു. മറ്റേയാൾ ഞാനൊരു പലിശക്കാരൻ്റെ നിന്ന് കടം വാങ്ങിയിരുന്നു, അത് കൊടുക്കാതെയായപ്പോൾ ഒരു തൊപ്പിയിട്ട പെണ്ണ് എന്നെ വന്ന് അടിച്ചിരുന്നു. ഇന്നും അതുപോലൊരു തൊപ്പിയിട്ട ആളാണ് വന്നത്. അസിസ്റ്റൻറ്റ് ആ പലിശക്കാരൻ്റെ ഓഫീസ് എവിടെയെന്ന് ചോദിക്കും. ശേഷം കിമ്മും വുജിനും യൂൻജുവും ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്ന നേരത്താണ് അവരുടെ ഓഫീസിലേക്ക് ആരോ വരുന്നതായി CCTV വഴി അവർ കാണുന്നത്. ഇത് ആ അസിസ്റ്റൻറ്റും മറ്റേ ആളുമായിരിക്കും. അവർ അടഞ്ഞു കിടക്കുന്ന ഷട്ടർ കണ്ട് അസിസ്റ്റൻ്റ് CCTVയിലേക്ക് നോക്കി കുറച്ച് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. യൂൻജുവിന് ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇവരിങ്ങനെ ഇവിടെ എത്തിയെന്നാണ് അവരുടെ സംശയം. എന്തായാലും ഒരു തല്ലിനല്ല വന്നത്, ആയിരുന്നെങ്കിൽ ആളെ കൂട്ടുമായിരുന്നല്ലോ. പെട്ടെന്ന് കിം ഇനി ഞാൻ ഇന്നലെ ഇട്ട ആ ക്യാപ്പ് വെച്ചിട്ടായിരിക്കും കണ്ടുപിടിച്ചത്. ശേഷം ചോയ് അവിടേക്ക് വന്ന് ഇപ്പോൾ ആരാണ് കുറച്ചു മുമ്പ് വന്നുപോയേ? നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത അപകടങ്ങളിലേക്ക് എടുത്തു ചാടരുതെന്ന്, ഇനി ഇതുപോലെയൊന്നും ഞാൻ കണ്ടുപോകരുതെന്ന് ചോയ് വാണിംഗ് കൊടുക്കും. ആ സമയം യുൻജു കിമ്മിൻ്റെ കീറിയ മുഖം കാണിച്ചു കൊടുത്ത് ഇത് അവരെ എതിർത്തത് കൊണ്ട് അവന് കിട്ടിയതാണ്. ആരെങ്കിലും ഈ പാവപ്പെട്ടവരെ സഹായിക്കാനില്ലെങ്കിൽ നാളെ നിങ്ങൾ കുറച്ച് പലിശക്കാരി മാത്രമേ ഉണ്ടാവൂ. ചോയ് ആരാണ് നിന്റെ മുഖത്തിങ്ങനെ വരഞ്ഞത്? അതെനിക്കറിയില്ല. ഭിക്ഷക്കാരെ വെച്ച് ഇങ്ങനെ ചെയ്യുന്നവന്മാരുടെ തലവനാണ്. അയാളുടെ മുഖത്തും ഇങ്ങനൊരു പാടുണ്ട്. ഇത് കേട്ടതും ചോയ് ഒന്ന് പേടിച്ച് ആകെ തളർന്നു പോകും. അവരോട് 3 പേരോടും അവിടുന്ന് പോകാൻ പറയും. അവിടുന്ന് ഡ്രൈവറായ പാർക്കിനോട് അവർ പറഞ്ഞത് ഗില്ലിനെ പറ്റിയാണോന്ന് അന്വേഷിക്കണം എന്ന് പറയും. പുറത്തിറങ്ങിയ 3 പേരും നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് യുൻജു അവളുടെ കഥ പറയുന്നു. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛനും പിറകെ എൻ്റെ അമ്മയും മരിച്ചുപോയി. പിന്നീട് ഞാൻ ഒരു അനാഥാലയത്തിലാണ് വളർന്നത്. അവിടെ പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടുന്ന് ഓടിപ്പോയി. അങ്ങനെ എവിടെയോ വെച്ച് കണ്ടുമുട്ടിയതാണ് ചോയിയെ. അയാൾ എന്നെ കൂടെ കൂട്ടി അച്ഛ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യവും തന്നു. ശേഷം ഗിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് നോക്കി അതെൻ്റെ ആകുമെന്ന് ഞാൻ സ്വപ്നം കണ്ടുപോയി. അതുകൊണ്ട് ഇനി ആ സ്വപ്നം മറക്കാനാവില്ല. അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ ഓണർ കാർ എടുത്ത് പോകുന്ന നേരം ഗില്ലിൻ്റെ ആളുകൾ അയാളെ ഫോളോ ചെയ്ത് കാർ സർവീസ് ചെയ്യാൻ പോയ നേരം അയാളെ ട്രാപ്പ് ചെയ്യുന്നു. അയാളെ വലിച്ചിട്ട് അടിക്കാൻ തുടങ്ങും. അത്രയും സഹിക്കാൻ പറ്റാത്ത വേദന അയാൾക്ക് കൊടുക്കും. ഇവനായിരിക്കും അന്ന് ഗില്ലിനെ അപമാനിച്ചു വിട്ടത്. എന്നിട്ട് ക്യാമറ ഓണാക്കി അവനോട് ഡ്രസ്സ് അഴിക്കാൻ പറയും. അത് അവൻ അനുസരിക്കേണ്ടി വരും. അത് അവർ റെക്കോർഡ് ചെയ്തിട്ട് ഗില്ലിന് അയച്ചു കൊടുക്കുന്നു. അത് കണ്ട് അയാൾ ഒരു സൈക്കോയെ പോലെ ചിരിക്കും. ശേഷം ചോയിയെ വിളിച്ച് പാർക്ക് നമ്മുടെ സംശയം ശരിയായിരുന്നു, അത് ഗില്ല് തന്നെ. അത് കേട്ട ചോയ് ഒന്ന് ടെൻഷനാവും.
അങ്ങനെ ചോയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അന്ന് ചോയ് ഒരു വികലാംഗനല്ല, അന്ന് വലിയൊരു പലിശക്കാരനായിരുന്നു. അന്ന് ഗില്ലും അവൻ്റെ അസിസ്റ്റൻറ്റുമൊക്കെ അന്ന് അവൻ്റെ ജോലിക്കാരായിരുന്നു. ചോയ്, ഇന്നത്തോടെ ഞാൻ ഈ പലിശ സ്ഥാപനം പൂട്ടുകയാണ്. ആരും പേടിക്കണ്ട, 1 വർഷത്തെ സാലറി ഇന്ന് തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടുന്നത് വരെ ആ പണം നിങ്ങളെ സഹായിക്കും. ഇത് കേട്ട ഗില്ലിന് അത്ര പറ്റുന്നുണ്ടാവില്ല. അയാളുടെ കണ്ണ് അവിടെയുള്ള വലിയ ലോക്കറിൻ്റെ മേലായിരിക്കും. ശേഷം അന്ന് രാത്രി പണത്തിൻ്റെ പിന്നാലെ പോയിട്ടുള്ള ഈ ജീവിതം അവസാനിപ്പിച്ച് സമാധാനമായി ഇരിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന നേരത്താണ് പാർക്ക് വിളിക്കുന്നത്. നമ്മുടെ ഓഫീസിൽ 2 കള്ളന്മാർ കയറിയിട്ടുണ്ടെന്ന് പറയും. അത് കേട്ട് ചോയ് അവിടേക്ക് ചെല്ലും. 2 പേര് ചേർന്ന് അവിടെയുള്ള ലോക്കർ കുത്തി തുറന്ന് അതിലുള്ള കാശൊക്കെ എടുക്കുന്നു. അതിലൊരാളായിരുന്നു ഗില്ലിൻ്റെ കൂടെയുള്ള കാങ്, ആ മൊട്ട. ഇത് കണ്ടതും പിന്നെ അവർ 2 പേരുമാകും ഫൈറ്റ്. കിമ്മിന് പോലും തൊടാൻ പറ്റാത്ത കാങ്ങിനെ ചോയ് അന്നത്തെ മെയ്വഴക്കം കൊണ്ട് എളുപ്പത്തിൽ അടിച്ചിടുന്നു. എന്നിട്ട് ലാത്തി കൊണ്ട് കുറേ കൊടുക്കും. ആ സമയം രണ്ടാമൻ രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ അവനെയും എറിഞ്ഞു വീഴ്ത്തി മോന്തക്കിട്ട് കുറേ കൊടുക്കും. ആരാടാ നിൻ്റെയൊക്കെ അയച്ച് എന്ന് ചോദിക്കുന്ന സമയം പെട്ടെന്ന് ഗിൽ പിന്നിൽ നിന്ന് കുത്തുകയാണ്. അവിടുന്ന് ഗില്ലിനും കുറേ കിട്ടും. പക്ഷേ ചോയിയെ കുറേ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടാകും. എന്നിട്ട് ആ കത്തി ചോയ് പിടിച്ചെടുത്ത് ഗില്ലിൻ്റെ മുഖത്ത് വരയും. ഗിൽ കിമ്മിൻ്റെ എങ്ങനെ ചെയ്തു അതുപോലെ. ആ സമയം കാങ് വന്ന് ചോയെ ഇടിച്ചിടുന്നു. അവൻ ചോയെ വലിച്ചിട്ട് അടിക്കാൻ തുടങ്ങും. എന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഗിൽ അവനോട് എത്രയും പെട്ടെന്ന് അവനോട് പണവുമായി പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാനായി പറയുന്നു. എന്നിട്ട് അവിടെ മൊത്തം പെട്രോൾ ഒഴിക്കും. ആ സമയം അടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ വീണ് കിടന്ന ചോയെ കാണാനുണ്ടാവില്ല. പെട്ടെന്ന് അവരവിടെ തീയിട്ട് പോകുന്നു. ഇതൊക്കെ ചോയ് ഓർത്തെടുക്കുകയാണ്. ശേഷം യൂൻജുവിനെ കണ്ട്, നീ അവരെ വിട്ടേക്ക്, നീ ഇതുപോലെ അപകടത്തിൽ ചെന്ന് ചാടരുത്, അതിനല്ല ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ലൈബ്രറി ഇവിടുന്ന് മാറ്റണമെന്ന് പറയും. ശേഷം ഗില്ലും കാങ്ങും ഷിപ്പ് യാർഡിലേക്ക് പോകും. അവിടുന്ന് ഒരു കണ്ടെയ്നർ തുറക്കുമ്പോൾ അതിലൊരു ലോക്കർ ഉണ്ടാകും. അതിൽ മുഴുവനും ഗോൾഡ് ആയിരിക്കും. അവൻ കാങ്ങിനോട്, ഈ ലോകത്ത് എനിക്ക് വിശ്വാസം നിന്നെ മാത്രമാണ്. നമ്മൾ കളിക്കുന്ന കളി കുറച്ച് ഡേഞ്ചറാണ്. അതുകൊണ്ട് എവിടെയും അടിപതറിയാൽ ഈ സ്വർണം കൊണ്ട് നമ്മൾ വിയറ്റ്നാമിലേക്ക് പോകും. അവിടെ എൻ്റെ കുറച്ച് ആളുകളുണ്ട്. അവിടെ നമ്മൾ രാജാക്കന്മാരെ പോലെ ജീവിക്കും. ശേഷം ആ 3 പേരും വുജിൻ്റെ പരിചയത്തിലുള്ള ആ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ടാകും. അവിടെ മുഴുവൻ അടിച്ചു പൊളിച്ച് ഇട്ടേക്കായിരിക്കും. അവിടെ ആ സ്ത്രീ പേടിയോടെ ഇരുന്ന് കരയായിരിക്കും. അവരോട് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട്, ഞാനൊരു പലിശക്കാരൻ്റെ ലോൺ എടുത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച പണം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അവരുടെ ഗുണ്ടകൾ വന്ന് ചെയ്തതാണ് ഇതൊക്കെ എന്ന് പറയും. ഇത് കേട്ട വുജിന് ശരിക്കും ദേഷ്യം വരും. അതാരാണെന്ന് അന്വേഷിക്കുമ്പോൾ വുജിൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ കൂട്ടത്തിലുള്ള ആളായിരിക്കും. അവൻ വിളിച്ച്, ഇങ്ങനെയൊക്കെ തല്ലിപ്പൊളിച്ചാൽ അവരുടെ ഉള്ള കച്ചവടവും പോവുകയല്ലേ ചെയ്യുക, അപ്പോൾ നീ ഒന്നും ഇതിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുന്നു. വുജിൻ, ഇതിലെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പോൾ യൂൻജു, ഇല്ല, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു അപകടത്തിലേക്ക് ചാടരുതെന്ന്. ഇനിയും ഒന്നും ചെയ്തില്ലെങ്കിൽ ഇത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അവസാനം യൂൻജുവും അതിന് സമ്മതിക്കുന്നു. ശേഷം രാത്രി അസിസ്റ്റൻറ്റും ആളുകളും പതിവ് പോലെ ഭിക്ഷക്കാരുടെ അടുത്തേക്ക് വരും. അവർ 3 പേരും അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൂട്ടത്തിലുള്ളയാൾ പുറത്ത് കിടക്കുന്ന അവരുടെ വണ്ടി കാണും. ഇത് അസിസ്റ്റൻറ്റിനെ അറിയിക്കുന്നു. അങ്ങനെ അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവരൊരു സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു പോകും. പിന്നാലെ ഇതറിയാതെ ആ 3 പേരും ചെല്ലും. അവരെത്തിയത് ഒരു സബ്വേയിലാണ്. അവിടെ എത്തുമ്പോഴാണ് ഇതൊരു ട്രാപ്പായിരുന്നെന്ന് അവർ മനസ്സിലാക്കുന്നത്. അവിടേക്ക് അവരുടെ കുറേ വണ്ടികൾ പോകുന്നത് കണ്ട യൂൻജുവിന് ഒരു അപകടം മണക്കും. അവൾ ചോയെ വിളിക്കും. അവിടുന്ന് വുജിനും കിമ്മും ഓടി രക്ഷപ്പെടാൻ നിൽക്കുന്ന സമയം 4 വശത്തുനിന്നും അവരുടെ ആളുകൾ വളഞ്ഞിട്ടുണ്ടാകും. ഇനി വേറൊരു വഴിയുമില്ലെന്ന് മനസ്സിലാക്കിയ അവർ ഫൈറ്റ് ചെയ്യാനായി നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.